സഹോദരീ സഹോദരന്മാർ, നവകേരള സദസ്സിൻ്റെ ഈ പ്രയാണം നാളത്തേതോടുകൂടി സമാപിക്കുകയാണ്. ഈ കഴിഞ്ഞ 35 ദിവസവും മഞ്ചേശ്വരം മുതൽ നെയ്യാറ്റിൻകര വരെ നമ്മുടെ നാടിൻ്റെ ഐതിഹാസികമായ ജനമുന്നേറ്റത്തിനാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഓരോ മണ്ഡലത്തിലും നടന്ന നവകേരള സദസ്സ് ജനനിബിഡമായിരുന്നു. വൻ ജനാവലിയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഒഴുകിയെത്തിയത്. ഇത് നാടിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജനങ്ങളുടെ ഇടപെടലായിരുന്നു. ഇവിടെ ഞങ്ങളൊരു പ്രശ്നമാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ നാട് ഇപ്പോഴെത്തി നിൽക്കുന്ന നില, ഇനി മുന്നോട്ട് പോകുന്നതിന് സ്വീകരിക്കുന്ന പദ്ധതികൾ, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, അതൊരു ഭാഗം. അതോടൊപ്പം കേരളത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇത് ജനസമക്ഷം അവതരിപ്പിക്കുക. ഞങ്ങൾ ആഗ്രഹിച്ചത് കേരളം ഒന്നാകെ നാടിൻ്റെ ജനാഭിപ്രായം പ്രകടിപ്പിക്കണമെന്നായിരുന്നു. ഇപ്പോൾ ജനം നല്ല രീതിയിൽ പ്രതികരിക്കുകയും ഭേദചിന്തയൊന്നുമില്ലാതെ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം ബഹിഷ്കരിച്ച പരിപാടിയാണല്ലോ എന്ന ഒരു നില ഈ പരിപാടിക്ക് പ്രതിപക്ഷമുണ്ടാക്കിയിട്ടുണ്ട്. ആ ബഹിഷ്കരണം ജനം സ്വീകരിച്ചില്ല. കേരളം നല്ല വികാരത്തോടെ തന്നെയാണ് നാടിനെ പുറകോട്ടടിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന വികാരത്തോടെ പതിനായിരങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി മാറുന്നു. പ്രതിപക്ഷം എന്തിനാണ് ബഹിഷ്കരിച്ചത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. എല്ലാവരും കൂടി സംഘടിപ്പിക്കുന്നൊരു പരിപാടി ഇവിടുത്തെ MLA ആണ് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാ സ്ഥലത്തും ഓരോ മണ്ഡലത്തിൻ്റെയും സംഘാടനത്തിൻ്റെ പ്രധാന ചുമതല MLAക്കാണ്. നവകേരള സദസ്സിൽ അധ്യക്ഷത വഹിക്കേണ്ടത് MLA ആണ്. അങ്ങനെ വരുമ്പോൾ 41 മണ്ഡലങ്ങളിൽ UDF MLAമാർക്കായിരുന്നു സംഘാടന ചുമതലയും ഈ സദസ്സിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. ബഹിഷ്കരിച്ചത് നവകേരള സദസ്സിനെയാണോ? നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കാൻ നവകേരള സദസ്സ്
അത്തരത്തിലുള്ള ഒരു കാര്യവും ഉയർത്തിയിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് മുന്നോട്ട് വെച്ച ആശയം അത് കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പിന്നെ എന്തിന് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന പ്രശ്നം അവർ തന്നെ ജനങ്ങളുടെ മുന്നിൽ വിശദമാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ നാട് 2016 ശേഷം നല്ല പുരോഗതിയാണ് നേടിയിട്ടുള്ളത്. 2016 വരെ 2011 മുതൽ അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ നാടിൻ്റെ തകർച്ചക്കാണ് വലിയ സംഭാവന ചെയ്തത്. ഏതെങ്കിലും ഒരു മേഖല അഭിവൃദ്ധിപ്പെട്ടു എന്ന് പറയാനില്ല. എല്ലാ വിഭാഗവും എല്ലാ മേഖലയും അന്നത്തെ ഗവൺമെൻറ്റിനെ നാടിനുള്ളൊരു ശാപമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇതെല്ലാം ഒന്ന് ഓർമ്മ പുതുക്കാൻ ശ്രമിച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ സജീവമായി കടന്നു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ തകർന്നുപോയ കേരളത്തെ പുനരുദ്ധരിക്കാനുള്ള ദൗത്യമാണ് LDF സർക്കാർ ഏറ്റെടുത്തത്. ഒരുപാട് പുതിയ വെല്ലുവിളികൾ പ്രകൃതി ദുരന്തത്തിൻ്റെ മട്ടിൽ നമുക്ക് ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. ഒരു നൂറ്റാണ്ടിലെ മഹാപ്രളയമടക്കമുണ്ടായി. ആ പ്രകൃതി ദുരന്തങ്ങളെയെല്ലാം വിജയകരമായി അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിൽ നമ്മെ സഹായിക്കേണ്ടവർ സഹായിക്കാൻ തയ്യാറായില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് നമ്മെ സഹായിക്കാൻ ബാധ്യപ്പെട്ടവർ. ആ സഹായം നൽകിയില്ല. സഹായം നൽകാതിരുന്നപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് കേന്ദ്രം ചെയ്യുന്ന നിലപാട്, സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറയാൻ പറ്റിയില്ല. കേന്ദ്രത്തിനെതിരെ അരയക്ഷരം ഉരിയാടാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷത്തെയാണ് കേരളത്തിൽ നാം കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിഷേധ നിലപാട് വരുന്നത്? ഇത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് കാണിക്കുന്നത്. ബി ജെ പിയുടെ മനസ്സിന് എന്തെങ്കിലും നീരസമുണ്ടാകും തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ച് അസ്വാരസ്യപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറല്ല. ഇതാണ് യഥാർത്ഥ കാരണം. മറ്റ് കാരണങ്ങളൊന്നും പറയാനില്ല. കാരണം നമ്മുടെ നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിട്ടപ്പോൾ കേരളത്തിന് സഹായം വേണ്ടതില്ല എന്ന നിലപാട് അവർക്കെടുക്കാൻ പറ്റുമോ? പക്ഷേ സഹായം ഇവിടെ ലഭിച്ചില്ല. അർഹതപ്പെട്ടത് കിട്ടിയില്ല. സഹായിക്കാൻ പുറപ്പെട്ടവരെ തടഞ്ഞു. സഹായം സ്വീകരിക്കാൻ മന്ത്രിമാർ പോകാൻ തീരുമാനിച്ചപ്പോൾ അത് തടഞ്ഞു. എല്ലാ തരത്തിലും നമ്മെ തകർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സമീപനം സ്വീകരിച്ചു. ഒരു ഘട്ടത്തിലും
അതിനെതിരെ ശബ്ദിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല, UDF തയ്യാറായില്ല. ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കേരളം നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു വന്നൊരു സംസ്ഥാനമാണ്. അതായത് നാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ നേടിയ നേട്ടങ്ങൾ വെച്ചാൽ നമുക്കൊരു സാമ്പത്തിക പ്രയാസവും ഉണ്ടാകേണ്ടതില്ല. സാമ്പത്തിക വിഷമം അനുഭവിക്കേണ്ടവരല്ല നമ്മൾ. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ അളവുകോലുകൾ എടുത്താൽ ഇപ്പോൾ 2016 ആഭ്യന്തര വളർച്ചാ നിരക്ക്, ഇപ്പോഴത്തെ ആഭ്യന്തര വളർച്ചാ നിരക്ക്, അതെല്ലാം കണക്കുകളുള്ളതാണല്ലോ. അത് പരിശോധിച്ചാൽ 8% വർധനവ് ആഭ്യന്തര വളർച്ചാ നിരക്കിൽ നമുക്ക് നേടാൻ കഴിഞ്ഞു എന്ന് കാണാൻ പറ്റും. നമ്മുടെ സംസ്ഥാനത്ത് 2016 UDF തന്നെയാണ് അധികാരത്തിൽ തുറന്നിരുന്നെങ്കിൽ ഈ വളർച്ചാ നിരക്ക് നേടാൻ കഴിയുമായിരുന്നില്ല എന്ന് മാത്രമല്ല, പിറകിലോട്ട് പോയിട്ടുണ്ടാവും. അന്ന് 9.6% UDFൻ്റെ സാധാരണ നിലയിലുള്ള കാര്യനിർവഹണ രീതി നോക്കിയാൽ ആ 9.6% നല്ല തോതിൽ പിറകോട്ട് പോയ അവസ്ഥയായിരുന്നു ഉണ്ടാവുക. എന്നാൽ കാര്യക്ഷമതയോടെ LDF സർക്കാർ ഇടപെട്ടപ്പോഴാണ് എല്ലാ മേഖലയും അഭിവൃദ്ധിപ്പെട്ടത്. അതിൻ്റെ ഭാഗമായാണ് 8% കൂടുതൽ നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം ഭീമമായ വളർച്ചയാണ് സംസ്ഥാനത്തിനുണ്ടാക്കാൻ കഴിഞ്ഞത്. അതായത് 41%. 2016 നിന്ന് ഇപ്പോഴുള്ള അവസ്ഥ നോക്കിയാൽ 41% വളർച്ച തനത് വരുമാന കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് നല്ല റെക്കോർഡാണ്. അത് LDF സർക്കാർ വന്നുകൊണ്ടല്ലേ. UDF സർക്കാർ ആയിരുന്നെങ്കിലോ ഈ തനത് വരുമാനം ദയനീയമായി പുറകോട്ട് പോയിട്ടുണ്ടാകും. ഇതാണ് നാടിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇനി കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം, ആ കാര്യത്തിൽ 2016 5 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ആഭ്യന്തര ഉൽപ്പാദനമായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. അതെവിടെയെത്തി? ഇപ്പോൾ 10 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ആഭ്യന്തര ഉൽപ്പാദനമായി മാറി. ഇതെല്ലാം LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിനുണ്ടായ മികവുകളാണ്. ആ കൂട്ടത്തിൽ
പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് പ്രതിശീർഷ വരുമാനത്തിലുണ്ടായ വർധനവ്. പ്രതിശീർഷ വരുമാനം രാജ്യത്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ ചുരുക്കമാണ്. അതിലൊന്നാണ് കേരളം. നമ്മുടെ പ്രതിശീർഷ വരുമാനം 2016 1,48,000 രൂപയായിരുന്നു. ആ 1,48,000 രൂപയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ പ്രതിശീർഷ വരുമാനം 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? ഏത് നിലക്ക് പരിശോധിച്ചാലും നാം സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടവരല്ല. ഒരു വിഷമവും ഇവിടെ ഉണ്ടാകേണ്ടതില്ല. പിന്നെ എന്തേ സാമ്പത്തിക പ്രയാസത്തിന് കാരണം? ഇതാണ് നാം ഗൗരവമായി കാണേണ്ടത്. അതാണ് ഗൗരവമായി കാണണമെന്ന് പ്രതിപക്ഷത്തോടും സർക്കാർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രയാസം? ഒരു നാടിൻ്റെ വരുമാനം സംസ്ഥാനമുണ്ടാക്കുന്നത് മാത്രമല്ല, അതിനോടൊപ്പം മറ്റു പലതും ചേരേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വിവിധ ഇനങ്ങളിൽ നൽകേണ്ട വിഹിതം. ആ വിഹിതം വലിയ തോതിൽ കുറയ്ക്കുകയാണ്. ഒന്ന്, നികുതി വിഹിതം. ഒരു സുതാര്യതയുമില്ല, തോന്നുംപടി ചെയ്യാണ്. നമുക്ക് കുറക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് ഇഷ്ടക്കാർക്ക് നല്ലതുപോലെ കൂട്ടിക്കൊടുക്കും. ഇതാണ് അവസ്ഥ. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട റവന്യൂ കമ്മി ഗ്രാൻറ്റ്. നമ്മുടെ അനുഭവം അത് വല്ലാതെ കുറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ ധനകാര്യ കമ്മീഷനുകളെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നു. കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുമ്പടി കാര്യങ്ങൾ എത്തിക്കാനുള്ള വിവിധ ഇടപെടലുകൾ വരുന്നു. ഫലം നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ വലിയ കുറവ് വരുന്നു. ഇതൊരു ഭാഗം. കേന്ദ്രവും സംസ്ഥാനവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ സംസ്ഥാനം പണം ആദ്യം ചെലവിടും. ആ ചെലവിട്ട പണം കേന്ദ്രവിഹിതം പിന്നീട് സംസ്ഥാനത്തിന് അനുവദിച്ച് കിട്ടണം. ഇപ്പോൾ അത് അനുവദിക്കില്ല. തരില്ല എന്ന് പറയില്ല, കുടിശ്ശികയാക്കുകയാണ്. ചില കാര്യത്തിൽ വേണ്ടാത്ത തർക്കം ഉന്നയിക്കുകയാണ്. എല്ലാം നേരത്തെ ധാരണയുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള പണമാണ് ചെലവിട്ടത്. അത് തിരിച്ചു കിട്ടിയാലാണ് സംസ്ഥാനത്തിന് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടാൻ കഴിയുക. ആ ആവശ്യത്തിന് ചെലവിടാൻ പറ്റാതെ വരുന്നു. എത്രയാ? 5000 കോടി രൂപയിലധികം ഈ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകാനുള്ളത്. ഇതാണ് ഒരു ഭാഗം. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടാകേണ്ട വരുമാനമാണ് വായ്പയെടുത്ത് കിട്ടുന്ന വരുമാനം. വായ്പ എന്നത് നാടിൻ്റെ ഭാവിക്കുതകുന്ന പദ്ധതികൾ നടപ്പാക്കാനാണ്. അതിലൂടെ വരുമാനമുണ്ടാകും. ആ വരുമാനം വെച്ച് തന്നെ തിരിച്ചടവും സാധിക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ കാണേണ്ടത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭരണഘടന പ്രകാരം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ട
ചുമതല സംസ്ഥാനങ്ങൾക്കാണ്. അത് ഭരണഘടന പ്രകാരം തന്നെ അനുവദിക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാനത്തിന് വായ്പ എടുക്കണമെങ്കിൽ ആ വായ്പ എടുക്കാൻ തീരുമാനിക്കേണ്ടത് സംസ്ഥാനം തന്നെയാണ്. അതാണ് ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നിയമസഭ ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമം തന്നെ പാസ്സാക്കിയത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണഘടനയൊന്നും ബാധകമല്ല. ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ഇടപെടുന്നു. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഞങ്ങൾ നിശ്ചയിച്ചതാകും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വായ്പാ പരിധിയിൽ കുറവ് വരുന്നു എന്ന് പറഞ്ഞാൽ എടുക്കാവുന്ന വായ്പയുടെ തുകയിൽ കുറവ് വരുന്നു. ഇതൊരു ഭാഗം. അതോടൊപ്പം തന്നെ എടുക്കുന്ന വായ്പയുടെ ഈ കുറഞ്ഞ തുക, കുറഞ്ഞ പരിധി വെച്ചുള്ള തുക, അതും എടുക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു. പുതിയ വ്യവസ്ഥ, കിഫ്ബി എടുക്കുന്ന വായ്പ ഇതിൽപ്പെടുത്തു എന്നാണ് പറയുന്നത്. കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് നൽകുന്നതിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു. ആ കമ്പനി എടുക്കുന്ന വായ്പയും ഈ പരിധിയിൽ ഉൾപ്പെടുത്തും. എന്താ ഉദ്ദേശം? കിഫ്ബിയിലൂടെയാണ് നാടിൻ്റെ പല വികസന പദ്ധതികൾ നടപ്പായിട്ടുള്ളത്. ഈ 7 വർഷത്തെ അനുഭവം എടുത്താൽ 83,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുത്തിട്ടുള്ളത്. കേരളം വികസിക്കണം, എല്ലാ മേഖലയും അഭിവൃദ്ധിപ്പെടണം, കാലാനുസൃതമായ പുരോഗതി എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണം എന്നെല്ലാമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിലും ചില ദുഷ്ടമനസ്സുകൾ കേരളം അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു കേരള വിരുദ്ധ വികാരം രൂപപ്പെട്ട അവസ്ഥയുണ്ട്. അവർക്ക് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമല്ല. അതെങ്ങനെ തകർക്കാനാകും? ഈ മുന്നോട്ട് പോക്കിനെ എങ്ങനെ തടയാനാകും എന്നാലോചിക്കുന്ന ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു പ്രകടിത രൂപമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വന്നിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സം സൃഷ്ടിക്കത്തക്ക രീതിയിൽ, വികസന കാര്യങ്ങൾക്ക് തടയിടുന്ന രീതിയിൽ കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തുകയാണ്. എന്നാൽ കിഫ്ബിയെപ്പോലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻറ് വായ്പാ പരിധിയിൽ പെടുന്നുമില്ല. ഇതാണ് അവസ്ഥ. സാമൂഹ്യക്ഷേമ പെൻഷനോ 1600 രൂപ 62 ലക്ഷം പേർക്ക്. എന്തിനാണ് ഇത്രയധികം പണം കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് കൊടുക്കുന്നത്? ആരാ ചോദിച്ച്? കേന്ദ്ര ധനമന്ത്രി. കേന്ദ്ര ഗവൺമെൻറ് നയം. ആ നയമല്ല നമുക്ക്. നാം ഇവിടെ ബദൽ നയം നടപ്പാക്കുന്നു. അതിൻ്റെ ഭാഗമായി 2025 നവംബർ 1 അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. ഈ രാജ്യത്തൊറ്റ സംസ്ഥാനം, അത് കേരളം. മറ്റാർക്കെങ്കിലും അങ്ങനെയൊരു കാര്യം അവരുടേതായ പരിപാടിയിൽ കണ്ടോ നമ്മൾ? ഇതാണ് കേരളത്തിൻ്റെ ബദൽ നയത്തിൻ്റെ ഒരു സാമ്പിൾ. ഇതിനെയെല്ലാം തകിടം മറിക്കാൻ, അവയെല്ലാം കടത്തിൻ്റെ പരിധിയിൽ
ഉൾപ്പെടുത്താനാണ് നീക്കം. ചുരുക്കത്തിൽ നാം കാണേണ്ടത്, ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട സംഖ്യയിൽ കുറവ് വരുത്തുമ്പോൾ എത്രയാണ് ആ കുറവ്? കഴിഞ്ഞ 7 വർഷമായല്ലോ. 1000-ഓ 10,000-ഓ കോടിയല്ല. ഇവിടെ വന്നിട്ടുള്ള കുറവ് 1,07,500 കോടിയിൽ പരം രൂപയുടേതാണ്. എങ്ങനെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവും? ഇത്ര ഭീമമായ കുറവ് സാമ്പത്തിക രംഗത്ത് സംഭവിച്ചാൽ, കയ്യിലുണ്ടാകേണ്ട പണത്തിൽ കുറവ് വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകും നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ്, നിയമവിരുദ്ധമാണ്, നിയമസഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്, സർവോപരി രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ആ വിഷയം. ഈ ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തോട് വീണ്ടും അഭ്യർത്ഥിച്ചു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മന്ത്രിസഭ, ഈ കേരളത്തിന് വേണ്ടി നടത്തിയ അഭ്യർത്ഥന, നിങ്ങൾ കേരള സഭ നിങ്ങൾ ബഹിഷ്കരിച്ച് നിൽക്കുന്നു. ഇതിപ്പോൾ ഒരു പ്രത്യേക പ്രശ്നമായി വന്നിരിക്കുകയാണ്. നമ്മുടെ നാട് ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വമടക്കം ലംഘിക്കുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. നമ്മൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ ഭിന്നിച്ച് നിൽക്കരുത്. നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. നിങ്ങളുമായി എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളതിന് സന്നദ്ധമാണ്. നമുക്കൊന്നിച്ച് നിൽക്കാം. എന്താ പ്രതികരണം? നിങ്ങളുമായി ഒരു യോജിപ്പിനുമില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പെട്ടെന്ന് തന്നെ വന്ന മറുപടി. വീണ്ടും പഴയ അതേ നില. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നില വരുന്നത്? എന്തിനോടാണ് യോജിക്കാൻ കഴിയാത്തത്? ആകെ ഒരു പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടാകേണ്ട പണത്തിന് തടസ്സം നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ നയം തിരുത്തണം. ഇതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം വളരെ മിതമാണ്. ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയം തിരുത്തണം. അതിന് കൂടെ നിൽക്കാൻ കഴിയില്ല എന്നാണ്. എന്തുകൊണ്ടാണ് പറ്റാത്തത്? BJPയുടെ മനസ്സിൽ ചെറിയ നീരസം പോലും ഉണ്ടാക്കാൻ അവർ തയ്യാറല്ല. ഇതാണ് ഇവിടുത്തെ ദൗർഭാഗ്യകരമായ അവസ്ഥ. BJPക്ക് കേരളത്തെക്കുറിച്ച് രൂപം കൊണ്ട മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. BJP ആകാവുന്ന ശ്രമമൊക്കെ നടത്തി. കേരളത്തിൻ്റെ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല. സ്വാഭാവികമായി അതിനെതിരായൊരു വികാരം BJPക്ക് ഉണ്ടായിരിക്കാം. അതൊരു കേരള വിരുദ്ധ മനസ്സായി രൂപപ്പെട്ടിരിക്കാം. കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സിന് വർഗീയതയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നാളെയും ഇതേ നില തന്നെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായി BJPക്ക് രൂപം കൊണ്ട കേരള വിരുദ്ധ മനസ്സ്, അതിനോട് അതേപടി ചേർന്ന് നിൽക്കാൻ എങ്ങനെയാണ് കോൺഗ്രസ്സിന് കഴിയുന്നത്? കോൺഗ്രസ്സിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ ഉന്നയിക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിൽ നിന്ന് 20 ലോക്സഭാംഗങ്ങളാണുള്ളത്.
ആ 20-ൽ 18 പേര് UDFകാരാണ്. ആ UDFകാർ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ചോ? കേന്ദ്രം തുടർച്ചയായി കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദിച്ചോ? നിരന്തരമായി കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ശബ്ദിച്ചോ? എന്തേ അവർക്ക് പറ്റാത്തത്? അവരുടെ ശബ്ദം പൊങ്ങുന്നില്ലല്ലോ. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. അപ്പോൾ നവകേരള സദസ്സ് ബഹിഷ്കരിക്കാൻ വേറെ കാരണമൊന്നുമില്ല. നവകേരള സദസ്സ് ഉന്നയിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തോട് അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ആ യഥാർത്ഥ പ്രശ്നം കേന്ദ്രം കാണിക്കുന്ന അവഗണനയും വിവേചനവുമാണ്. അതിന് ഇടയാക്കുന്നത് BJPയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട മനസ്സ് വന്നതുകൊണ്ടാണ്. കേരള വിരുദ്ധ മനസ്സ് BJPക്ക്, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ്, അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. ഈ ബഹിഷ്കരണം ജനങ്ങളെങ്ങനെയാണ് സ്വീകരിച്ചത്? ജനങ്ങളിതൊന്നും കണക്കാക്കിയതേയില്ല. നമ്മുടെ നാട് ഒന്നാകെയാണ് നവകേരള സദസ്സിനോടൊപ്പം സഞ്ചരിക്കുന്നത്. ഓരോ സദസ്സിലും പതിനായിരങ്ങൾ വന്ന് പങ്കെടുക്കുന്നു. വഴിനീളെ നവകേരള സദസ്സിന് ആശീർവാദം നൽകാനും അഭിവാദ്യമർപ്പിക്കാനും ആഭാരവൃദ്ധം ജനങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ സഞ്ചരിക്കുന്ന റോഡ്, വീടുകളുടെ മുന്നിൽ, കടകളുടെ മുന്നിൽ, കവലകളിൽ, സ്ഥാപനങ്ങളുടെ മുന്നിൽ, ചെറിയ പട്ടണങ്ങളിൽ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ആളുകളാണ് അണിനിരക്കുന്നത്. ഒരു വീട്ടിൻ്റെ മുന്നിൽ ആ വീട്ടിലുള്ളവരായിരിക്കും. പക്ഷെ ഒരു പട്ടണത്തിലെത്തുമ്പോൾ അത് ആയിരക്കണക്കിലാവുകയാണ്. ഇതാണ് ഈ കഴിഞ്ഞ 35 ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ജനങ്ങൾ ഈ നാടിനെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒന്നിനോടും സമരസപ്പെടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കൃത്യമായൊരു സന്ദേശം സർക്കാർ നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങളുണ്ട് കൂടെ എന്ന്. അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. 5ാം ക്ലാസ് മുതൽ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുടങ്ങാതെ സംഭാവന ചെയ്യുന്ന ഒരു കൊച്ചുമിടുക്കൻ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് മുന്നിൽ മണി ചെയിൻ എന്ന ആശയം മുന്നോട്ട് വച്ച വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബെസ്റ്റ് ചൈൽഡ് ടാലൻറ്റ് അംബേദ്കർ അവാർഡ് 2023 അർഹനായിരിക്കുന്ന ആദർശാണ്. ഈ പുരസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദർശിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.